മച്ചമ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിലേക്ക് എത്തിയിട്ടുള്ള ഒരു ടോയ് ജീപ്പാണ്. അത് ഒന്ന് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടെ വണ്ടി നമുക്ക് റിപ്പയർ ചെയ്യാൻ വരുത്തുന്നുണ്ട്. ഇതേപോലെയുള്ള വണ്ടി റിപ്പയർ ചെയ്യാൻ വരുത്തുന്നുണ്ട്, നമ്മളത് ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഉള്ള കാര്യമായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വീലിൻ്റെ ഇടയിലുള്ളൊരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ കറങ്ങുന്നുണ്ട്, വണ്ടി ഓട്ടാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. അതേപോലെ തന്നെ വേറൊരു ഈ വീലിലെടുക്കെ വരുന്നൊരു ഷാഫ്റ്റിൻ്റെ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ ആവുന്ന ഒരു സ്ഥലത്തുള്ളൊരു ക്വാർട്ടർ പിന്നുണ്ട്. ആ ഒരു ക്വാർട്ടർ പിന്നും പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കംപ്ലൈൻ്റ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. രാവിലെ തന്നെ ഞാൻ വെൽഡിംഗ് മെഷീനിലായിട്ട് ഞാൻ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചിരണ്ടി ക്ലീൻ ചെയ്ത് അവിടുത്തെ ആ പെയിൻ്റെല്ലാം ഒന്ന് കളഞ്ഞിട്ട് അവിടെ ഒന്ന് സ്പോട്ട് ചെയ്തെടുക്കണം. വളരെ നൈസായ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ട് അടിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ പ്ലേറ്റ് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഇത് വെൽഡിങ് ചെയ്തെടുക്കാൻ വേണ്ടി. കാരണം ഇതിൻ്റെ വെൽഡ് ചെയ്യുന്നതിൻ്റെ താഴെ ഇതിൻ്റെ ഗിയർ സെറ്റും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. എല്ലാം പ്ലാസ്റ്റിക്കാണ്. അപ്പം അത് ഉരുകിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അതൊന്ന് വെൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വെൽഡിങ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാറ്ററീൻ്റെ കണക്ഷനെല്ലാം അഴിച്ചിളക്കിയിരുന്നു. ഇത് വെൽഡ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കണക്ഷനെല്ലാം കഴിച്ചിളക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ബാറ്ററി ഒന്ന് അതിൻ്റെ അകത്ത് പവർ കണക്ട് ചെയ്ത് നോക്കേണ്ട ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ സ്വിച്ചെല്ലാം ഓണാക്കി. അപ്പോൾ ഇത് ചെറിയൊരു ഒന്ന് മൂവ് ചെയ്ത് നോക്കണം നമുക്ക്. വണ്ടി ഫ്രണ്ടിലോട്ടും ബാക്കോട്ടും നീങ്ങുന്നതല്ലാണ്ട് കംപ്ലീറ്റ് മുന്നോട്ടേക്കായിട്ട് പോകുന്നില്ല. അപ്പം മിക്കവാറും ആക്സിലേറ്ററിൻ്റെ ആ ഒരു സ്വിച്ച് ഉണ്ട്, അതിനെന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ അധികം വരുത്ത്. അപ്പോൾ ഇനി അതൊന്ന് നമുക്കൊന്ന് അഴിച്ചു നോക്കണം. അതിൻ്റെ ഒരു കണക്ടറെല്ലാം വരുന്നുണ്ട്. ചിലപ്പോൾ അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നോക്കുമ്പം കണക്ടർ കംപ്ലയിൻറ്റ് തന്നെയാണ്, അതിൻ്റെ കണക്ഷൻ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കണക്ടർ ആവശ്യമില്ല. തൽക്കാലം നമ്മൾ ആ കണക്ടർ കട്ട് ചെയ്ത് ഇളക്കിയിട്ട് അവിടെ വയർ സോൾഡർ ചെയ്തിട്ട് സ്ലീവ് ഇടാനുള്ള പരിപാടിയിലാണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഈ ഒരു ഷോക്ക് ആബ്സർവർ വാല്യുള്ള ആ ഒരു ഭാഗത്ത് ഉള്ള ആ ഒരു ആക്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ക്വാർട്ടർ പിന്ന് ഇളകി വീണിട്ടാന്ന് തോന്നും. അത് ഭയങ്കര ആക്ഷനായിട്ട് ഉള്ളിൽ ഊരി പുറത്തേക്ക് ആ സെറ്റടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് എടുക്കണമെങ്കിൽ അടിയിലുള്ള കുറേ സ്ക്രൂ എല്ലാം അഴിക്കണം. കുറച്ച് നല്ല പണിയുള്ള കേസ് തന്നെയാണ്. കാരണം അതിൻ്റെ ആ ബോണറ്റുള്ള ഭാഗം അഴിച്ചെടുക്കണം. സ്ക്രൂ ഉള്ളിൽ കുറേ ഉള്ളോട്ടേക്കെല്ലായിട്ടാണ് സ്ക്രൂ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് ഇതിൻ്റെ ഇടയിൽ നിന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഫുൾ അഴിച്ചെടുത്തിട്ട് അതിൻ്റെ സ്ക്രൂ കംപ്ലീറ്റ് അഴിച്ചു. ഇനി അതിൻ്റെ സൈഡിൽ കുറേ ലോക്ക് ഉണ്ട്. ആ ബോണറ്റ് വരുന്ന ഭാഗത്തുള്ള ആ പ്ലാസ്റ്റിക് പീസ് എടുത്ത് മാറ്റണം. എന്നാലേ നമുക്ക് അവിടുന്ന് ക്വാർട്ടർ പിൻ ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ലോക്ക് നമ്മൾ ശ്രദ്ധിച്ച് അഴിക്കുമായിരുന്നു. കാരണം കുറച്ച് അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. കാരണം അങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ആ ഒരു ലോക്കെല്ലാം അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം ഒന്ന് അഴിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ക്വാർട്ടർ പിന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോയെന്ന് നോക്കണം. ചിലപ്പോൾ അത് പുറത്ത് എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മളതിന് അനുസരിച്ചിട്ടുള്ളൊരു ലോക്ക് ഉണ്ടാക്കിയിട്ടിടണം. സംഭവം ഈ ഒരു സ്പ്രിങ്ങുള്ള ഷാഫ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു പിന്നുണ്ട്, ഒരു ടൈപ്പ് ക്വാർട്ടർ പിന്ന്. അത് സംഭവം ഇളകിയിട്ടാണ് ഉള്ളത്. ഇവിടുന്ന് കാണുന്നില്ല പറയുന്നില്ല. ആ സാധനം വിട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ആക്ഷൻ നിൽക്കുള്ളൂ. ഈ ഒരു ആക്ഷൻ ഉണ്ട്, വേണ്ട. ഈ ഒരു ആക്ഷൻ നിൽക്കണമെങ്കിൽ ഒരു ക്വാർട്ടർ പിന്നിടണം. കാണുമെന്ന് പറയുന്നില്ല, വേണ്ട. അതിന് വളച്ചിട്ട് പറയാം ൂരില്ല. അപ്പോൾ നമ്മൾ ക്വാർട്ടർ പിന്നിന് പകരം നമ്മൾ ഒരു ആണി വളച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ കവറെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ലോക്കെല്ലാം കറക്റ്റ് ചെയ്ത് ആ സ്ഥാനത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് അവിടെ പ്രസ് ചെയ്തതിന് ശേഷം അടിയിൽ നിന്ന് സ്ക്രൂ എല്ലോട്ട് സെറ്റാക്കണം. അപ്പോൾ ഇതാ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആൾ ഉഷാറാണ്, നല്ല കണ്ടീഷനായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഈ 2 കംപ്ലയിൻ്റാണ് ഈ വണ്ടിക്ക് ഓൾറെഡി ഉണ്ടായത്. ഒന്നാമത്തത് ഇവിടെ ഒരു വെൽഡിങ് പൊട്ടിയിട്ട് ആ ഒരു സാധനം അങ്ങനെ താണ്. പിന്നെ അതേമാതിരി ഇതിൻ്റെ ഉള്ളിലൊരു ക്വാർട്ടർ പിൻ ഉണ്ടായിരുന്നു. ആ ക്വാർട്ടർ പിന്ന് അഴിഞ്ഞ് വീണുകൊണ്ട് ഈ സെറ്റടക്കം താഴേക്ക് പൊട്ടിയിട്ട് വീണുണ്ട്. ഈ 2 കംപ്ലയിൻ്റാണ് ഈ ഒരു വണ്ടിക്ക് ഉണ്ടായത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട്.
അതുകൂടാതെ വേറെ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായത് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കണക്ടർ ലൂസ് കോണ്ടാക്റ്റാണ്. അപ്പോൾ അതും കട്ട് ചെയ്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ ഏകദേശം എല്ലാ കംപ്ലൈൻറ്റുകളും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കുറച്ച് ഇരിക്കില്ലെങ്കിൽ താഴെ പോണു. സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കയറി ഇരുന്നിട്ട് ഓടിക്കാൻ കഴിയാത്തതുകൊണ്ട് കൈ കൊണ്ട് ആക്സിലേറ്റർ കൊടുക്കുന്നത്. അടുത്ത് വേറൊരു വണ്ടിയുടെ കിടക്കുന്നുണ്ട്. ഇതും റെഡിയാക്കി എടുക്കേണ്ടതാണ്. ഇതിൻ്റെ സ്റ്റിയറിങ്ങും എല്ലാം പൊട്ടിയിട്ടാവില്ല. അപ്പോൾ അതിന് അതും ആരല്ലോ ശരിയാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് മടക്കി ഒഴിവാക്കിയ സാധനമാണ്. അപ്പോൾ അതും നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളത് റെഡിയാക്കി എടുക്കും. ഇവിടെ ഇട്ടിട്ടുണ്ട്.